எல்லாருக்கும் வணக்கம். நம்ம ராயம் படம் பார்த்தேன். தனுஷ் படம் ரிட்டன் அண்ட் டைரக்டட் பை தனுஷ். ரொம்ப அழகாக நடிச்சிருக்கு, அழகாக டைரக்ட் பண்ணியிருக்கு. വാട്ട് എ കളർ യാർ. ഈ തമിഴ് പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ തമിഴ് സംസാരിക്കാൻ തോന്നും. ഹിന്ദി ആണെങ്കിൽ അങ്ങനെ, ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ. ஆனால் இந்த ரிவ்யூ வந்து ஃபுல்லாக தமிழாக போனோன்னா பிரச்சன்னமாயிடும், பிரச்சன்னம். ஆனால் நமக்கு ഈ ராயனில் காஸ்டினை ഒന്ന് നോക്കണം. இந்த காஸ்டில் அபர்ணா பாலமுரளி இருக்கு, அழகாக நடிச்சிருக்கு. കാളിദാസ് ജയറാം ജെമ്മ നടിച്ചിരിക്കെ. ചില നോട്ടമൊക്കെ ഉണ്ട്, ഭയങ്കര രസമാണ് കാളിദാസ് ജയറാമിൻ്റെ. എസ് ജെ സൂര്യ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ മറ്റേ സാധനം വന്ദ സുത്ത റിപ്പീറ്റ് ആ സാധനത്തിൽ പിടിക്കുന്നില്ല, കുറച്ചൊന്ന് വ്യത്യാസപ്പെടുത്തി പുള്ളി ചെയ്തിട്ടുണ്ട്. പ്രകാശ് രാജ് ഉണ്ട്. ദച്ചല്ലോ പ്രകാശ് രാജ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബേസിൽ സംസാരിച്ചുകൊണ്ട് പോലീസുകാരനായിട്ടാണ് നൈസായിട്ടും പുള്ളിയുടെ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിഷ്ണു വിശാൽ പുള്ളി ഓക്കെയാണ്. ആ ചേരേണ്ട റോളാണ് പുള്ളിക്കും. നമ്മുടെ കാളിദാസ് ജയറാമിനൊക്കെ കറക്റ്റ് റോളാണ്. എനിക്ക് തോന്നുന്നു കാളിദാസ് ജയറാമിന് ഈ സിനിമയ്ക്ക് ശേഷം കുറേയധികം വേറെ റോളുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്കും ഒരു രസത്തോടെ പുള്ളി ആ ഒരു റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമുക്കറിയാം എന്താ നടക്കാൻ പോകുന്ന പുള്ളിയുടെ എക്സ്പ്രഷനൊക്കെ. എന്നാലും തമിഴ് ചെയ്യുമ്പോൾ എന്താ നടത്തില്ല, പുള്ളി കുറച്ചും കൂടെ ലൈഫ് കിട്ടുന്നുണ്ട് ആ റോളിനൊക്കെ. പടത്തെക്കുറിച്ച് പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എ.ആർ. റഹ്മാനാണ്. എ.ആർ. റഹ്മാൻ ചെയ്യേണ്ട ഒരു മ്യൂസിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. ചിലയിടത്തൊക്കെ നൈസായിട്ട് മ്യൂസിക് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സിനിമറ്റോഗ്രഫി ഓം പ്രകാശ്, അതാണ് നമുക്ക് പറയാനുള്ളത്. കിട്ടില്ല സ്റ്റില്ലുകളാണ് എൻ്റെ പൊന്നോ. ഇതായത് നമ്മളിപ്പം ആക്റ്റുകൾ 1, 2, 3, 4 ആക്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തേർഡ് ആക്ട്, സെക്കൻഡ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് എടുക്കാം. പക്ഷേ ഇതിനകത്ത് ഓരോ സംഭവങ്ങളും, നടക്കാൻ പോകുന്ന ഓരോ സംഭവങ്ങളും കൃത്യമായിട്ട് അവർ എഴുതി അതിൻ്റെ സ്റ്റോറി ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ലൈറ്റപ്പ് ചെയ്ത് അത് എന്താണ് ഡയറക്ടർക്ക് വേണ്ടത്, അതിപ്പം ധനുഷിന് എന്താണ് വേണ്ടത്, അത് കൃത്യമായിട്ട് ആ സിനിമറ്റോഗ്രാഫർ ഒപ്പിയെടുത്ത് കൊടുത്ത പോലെ ഭംഗിയേറിയ അതിമനോഹരമായ സീനുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാം. സ്റ്റോറി വളരെ സിമ്പിളാണ്, പക്ഷേ സീനുകൾ ഭയങ്കര രസമാണ്. ലൈറ്റിങ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ആസ്പയറിങ് ഡയറക്ടർ ആണ് ഈ സിനിമ കാണുന്നതെങ്കിൽ എന്നടാ പണി വെച്ചിരിക്കുക എന്നൊക്കെ തോന്നിപ്പോൾ ആ രീതിയിൽ ആ ലെവലിക്ക് ധനുഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തോരം വയലൻസോടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മൾ വയലൻസോടെ ഇപ്പോൾ ബോറടിച്ചു തുടങ്ങി. എന്നിട്ടും നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അകത്ത് ദുരെ കാണാൻ പോകുമ്പോൾ ഒരു സീലിങ്ങിൻ്റെ അവിടെ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ഫൈറ്റ് ഉണ്ട്. അത് രസം, എന്നെ രസം ആ ഫൈറ്റ് കാണാമെന്നറിയാം. അതുപോലെ തന്നെ ക്ലൈമാക്സിലെ ഫൈറ്റ്, അങ്ങനെ ഓരോ പോർഷനിലും ഓരോ ഫൈറ്റുകളാണ്. അതെല്ലാം ഫൈറ്റ് കൊറിയോഗ്രാഫിയൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. നല്ല സിനിമ, അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. ഭയങ്കര കിടിലനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നുമില്ല. അസുരനൊക്കെ അന്നൊരു ഗുമ്മ വന്നിട്ടുണ്ടായിരുന്നു. അസുരൻ രീതിയിലൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്, പക്ഷേ ലൈറ്റ് വെച്ചൊരു കളിയുണ്ട്. റെഡും ബ്ലാക്കും ബ്ലൂവും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഗ്രീനും വെച്ചിട്ടുള്ളൊരു കളിയുണ്ട്. അത് ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് റെഡ് ലൈറ്റ് വെച്ചിട്ടുള്ള കളി എന്ന് പറയുമ്പോൾ, പിന്നെ ആ ഒരു യെല്ലോയിഷും കൂടെ സൈഡിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഓറയൊക്കെ ചില സമയത്ത് നമുക്ക് ആ ധനുഷിൻ്റെ ക്യാരക്ടറിന് കിട്ടുന്നുണ്ട്. പിന്നെ ഏതൊക്കെയോ മഹാഭാരത റെഫറൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചിലയിടത്തൊക്കെ നമുക്ക് തോന്നും. എടുത്തു പറയാനുള്ള റെഫറൻസുകൾ നമ്മളിപ്പോൾ പറയുന്നില്ല. നിങ്ങൾ ഏതായാലും സിനിമ കാണുക. ആൻഡ് എല്ലാവരുടെയും പെർഫോമൻസുകൾ നല്ലതായിരുന്നു. പിന്നെ ധനുഷിൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി തകർത്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ പേര് ദുഷാര വിജയൻ. അടിപൊളി, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട്. അത് പുള്ളിക്കാരിയുടെ ഓരോ സീനുകൾ കഴിയുമ്പോൾ പുള്ളിക്കാരി കുറച്ചുകൂടെ മച്ചുവറായിട്ടൊക്കെ വരുന്നത് നമുക്ക് നല്ല കൺവിൻസിങ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ആൻഡ് എല്ലാം കൊള്ളാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് കളയാൻ ഒന്നുമില്ല. എല്ലാം ആവശ്യമുള്ള സീനുകൾ പെട്ടപ്പെട്ടാന്ന് പറഞ്ഞ് നമുക്ക് കണ്ടിരിക്കാം. ഭയങ്കര നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു ഡയറക്ഷനും കൂടെയാണ്. വയലൻസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അസുരനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കാൻ പോകുന്നില്ല. നല്ല നൈസായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു നല്ല വയലൻസ് പടം.